Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ചോക്ലേറ്റ് ട്രിപ്പ് കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റും ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക. കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ വായിക്കാം. ഷഹനാസ് വ്ലോഗ്, അനറ്റ് അനീഷ്, ഫാത്തിമ ഷഹാന, ഫണ്ണി പൊന്നു, ഷെറിൻ ഷെറൂസ്, ഇയാപ്പു, ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻ, ഷാസ് വേൾഡ്, റന മുഹമ്മദ്, ഷിഫാൻ, ഹിബ ഫ്രം മലപ്പുറം, മിനു, റിനു, നിസ്ഫാന ഫിറോസ് ആൻഡ് ഷാലിമ റിയാസ്. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്സൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 kg ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 kgയുടെ ബാറ്റർ ഉണ്ടാക്കും, പിന്നെ ഒരു 2 kgയുടെ ബാറ്റർ ഉണ്ടാക്കും. അങ്ങനെ 2 തവണ ആയിട്ടാണ് ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 2 kg ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ 6 വലിയ മുട്ടയാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചെറിയ മുട്ടയാണെങ്കിൽ 7 മുട്ട എടുക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൗഡേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. അതുപോലെ ഓവർ ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് നല്ല പൊങ്ങി കിട്ടില്ല. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 10 ഇഞ്ചിൻ്റെ മോൾഡിലേക്കും അതുപോലെ 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്കുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 മോൾഡിലേക്കും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ലെയേഴ്സ് കിട്ടുന്ന രീതിക്കാണ് ഞാൻ 2ലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. വലുത് ഞാൻ വലിയൊരു ചെമ്പട്ടിയിലും അതുപോലെ ചെറിയ മോൾഡ് ഞാനൊരു കുക്കറിലുമാണ് ബേക്ക് ചെയ്യുന്നത്. കുക്കറിലാവുമ്പോൾ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. ചെമ്പട്ടിയിലാവുമ്പോൾ 35-40 മിനിറ്റ് എടുക്കും കേട്ടോ ബേക്ക് ആവാൻ. പിന്നെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. ഇനി ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ക്രീമാണ് യൂസ് ചെയ്യാറ് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാറില്ല കേട്ടോ. നല്ല സ്റ്റിഫായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കാറുള്ളത്. നല്ല സ്റ്റിഫും അല്ല, എന്നാൽ സ്റ്റിഫായിട്ടുണ്ട്, ആ ഒരു രീതിക്കാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 kg 2 പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 kg സ്പോഞ്ചാണ് കേട്ടോ ടോട്ടൽ ഉള്ളത്. ഇനി എല്ലാ സ്പോഞ്ചും 2 ലെയേഴ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചങ്ങാണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ കേക്കും ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കാം.
ഇൻസ്റ്റാഗ്രാം പേജാണ് ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും ഡിസൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ സബ്സ്ക്രൈബറുടെ ചാനലാണ്. മിസ് ബാസ് വ്ലോഗ് എന്നാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.